മൂപ്പർ വായിക്കുന്ന അർത്ഥം നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടിയത്? എനിക്ക് ഉത്തരം കിട്ടിയ ഉത്തരം കിട്ടിയ ഉത്തരം പറയും. ഞാൻ ഈ സംഭവമായിട്ട് മാഷായിട്ട് വന്ന സമയത്ത് പിന്നെ പ്രിൻസിപ്പളടുത്ത് വന്ന സമയത്ത് പ്രിൻസിപ്പൾ മറുപടി പറയുന്ന പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാന് എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്, എനിക്ക് പിന്നെ ഇസ്തിഹാസയില്ല ഈ ഷഫാഅത്ത്. ഇതെവിടെയാണ്? ഇത് ആര് എന്താ ചോദിക്കുന്നത്? ഈ അവിടെ പോയ വ്യക്തി ചോദിക്കണം എന്നല്ലേ ഞാൻ പറയുന്നത്? ഇന്നൊരു അർത്ഥം ഉണ്ടാവില്ല അറബിയില്. പോയ ആള് അവിടുന്ന് റസൂലുള്ളാഹിന്റെ ശുപാർശ ചോദിക്കണം എന്നല്ലേ പറയുന്നത്? അല്ലേ? അല്ല, അതല്ലേ പറഞ്ഞേ? ചോദിക്കണം എന്നാണോ അല്ലെ തവസ്സുലാക്കണം എന്നാണോ? ഇത് ആര് തവസ്സുലാക്കണം എന്നാ പറഞ്ഞത്? വഫാത്തായ റസൂലുള്ളാഹിനെ ആര് തവസ്സുലാക്കണം എന്നാ ഞാൻ പറയുന്നത്? അവിടെ നിങ്ങൾ ഒരു അക്ഷരം പറയൂ. ആരാണ്? 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 നിങ്ങളൊന്ന് പറയൂ. ആര് തവസ്സുലാക്കണം? നിങ്ങള് ഇത് അജിമനോട് പറയുന്ന രസം എന്നോട് പറയാനുണ്ടാകില്ല. ഇത് നിങ്ങള് ഇപ്പോ അപ്പൊ ഇയാളെന്ത് മറുപടി ഞങ്ങൾ നമ്മളെ വിളിച്ചിരുത്തിയ അല്ല, ഞങ്ങൾ ഓഫീസിൽ എപ്പോ ഓഫാക്കാനാണോ ഇയാളെ പറയട്ടെ, ഇയാളെ നമ്മളെ പറഞ്ഞു ഈ വിഷയത്തില് ഞാൻ സാറിനോട് സംസാരിച്ചിരുന്നു. സാറ് മറുപടി പറയാം. സാറ് പറഞ്ഞു ഞാൻ മറുപടി കൊടുക്കാം. നിങ്ങളെ വിളിച്ചു വ്യക്തിയെ നിങ്ങളും ആ പുറത്തു അല്ല, ഒരു പ്രിൻസിപ്പാളെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. അതുപോലെ ഒരു ഓഫീസിൽ നിങ്ങൾ മാന്യമായിട്ട് വിളിച്ചുകൊണ്ടോണ്ട് പ്രിൻസിപ്പാളെ ഞങ്ങളോട് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി നിങ്ങൾ പറയണം. മറുപടി പറഞ്ഞു. സാധാ മുജാഹിദുകളുടെ സ്വഭാവം നിങ്ങൾ കാണിച്ചാൽ പറ്റും. മുജാഹിദുകൾ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ കാണിക്കും. പക്ഷെ നിങ്ങൾ ആ സ്വഭാവം കാണിക്കരുത്. ഒരു മാന്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ വിളിച്ചിരുത്തിയിട്ട് പ്രിൻസിപ്പാൾ ഞങ്ങളോട് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. അല്ല അല്ല, എന്തിനാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിപ്പോണ്ടി വന്നത്? ഇറങ്ങിപ്പോകുന്ന എന്തിനാ? അതെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന എന്തിനാ? അല്ല, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന എന്തിനാ? അതൊന്ന് പറഞ്ഞില്ലേ? അല്ല, അയാള് പറയട്ടെ. അയാൾ അങ്ങനെ വിളിച്ചോണ്ട് ഇതുമായി ബന്ധപ്പെട്ട വല്ല തുടർ ചർച്ചകളും? ഈ സലഫിയിൽ ചർച്ച നടത്തിയ ഹിദായത്തുള്ള മൗലവി അതിന്റെ 2-ാം ദിവസം വീണ്ടും വിളിച്ചിട്ട് അൻസാർ മാസ്റ്റർ പറയുന്ന വിഷയം പറയുന്ന സ്ഥലത്ത് വെച്ച് പറയുന്ന സമയത്ത് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ട് വിളിച്ചു. അത് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോ ഞാൻ ഉടനെ പറഞ്ഞു, ഈ ദിവസം അഥവാ 30/12/2009 അസറിന് IPC ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് ഞാൻ ചർച്ച തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് ഡേറ്റിലാണ് വിളിച്ചത്? 30/12/2009 അയാൾ വിളിച്ചത്. അതേ ഡേറ്റിൽ തന്നെ അസറിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ 10 മിനിറ്റ് കഴിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ ഒഴിവാകാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാണ്. അതെ, ഞങ്ങൾ എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ ആള് ഫോൺ വെച്ച്. ഹലോ, പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞു തീരുമ്പോ അല്ല, നിങ്ങൾ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. പറഞ്ഞോ. പിന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്റെ പ്രശ്നം നിങ്ങൾ പറയുന്ന ഡേറ്റ്, ഞാൻ പറയുന്ന സ്ഥലം, ഈ 5 ചോദ്യം
5 ചോദ്യം ഞാൻ അവിടെ തരും. പിന്നെ സംസാരിച്ച് വലിച്ചു നീട്ടരുത്. അതിന് ഉത്തരം എന്റെ മുന്നിൽ നിന്ന് തരുമോ? എഴുതി തരും. ഓക്കെ, എഴുതി തന്നോ? എഴുതി തന്നെ വേണം. അത് എഴുതാൻ എന്താ ഉത്തരം ഉണ്ടെങ്കിൽ എഴുതിക്കൂടെ? എങ്ങനെ എഴുതി തരാൻ? എഴുതി തന്നെ വരണം. കാരണം 7 ചോദ്യം തന്നാ 7 മറുപടി പറയാൻ നിങ്ങൾക്കാവുമെന്ന് ഞാൻ നോക്കട്ടെ. ആയിക്കോട്ടെ, എഴുതി തരുമോ? എന്നിട്ട് പറയാം ഡേറ്റും സമയവും സ്ഥലവും പറഞ്ഞു. ഓക്കെ, ഞാൻ ഇന്ന് തയ്യാറാണ്. IPC ഇംഗ്ലീഷ് സ്കൂൾ പയ്യോളി. അസറിന് ശേഷം ഒരു കാര്യം ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞ അത് ഞാൻ പറയുന്ന സ്ഥലം, ഞാൻ പറയുന്ന ഡേറ്റ്, ഞാൻ പറയുന്ന ഇത് എനിക്കോട്ടെ. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഈ 5 ചോദ്യത്തും വായിച്ച് ഉത്തരം എഴുതി തരണം. വന്നോളൂ. എപ്പം വരൂ? അസറിന് മൗലവി വരും. എങ്ങനെ? അസറിന് മൗലവി IPC-യിലെത്തും. ഞാൻ തിങ്കളാഴ്ച നിങ്ങളെത്തും. ഈ അസറിന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് വിളിച്ചു പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ ഈ മറ്റേ വർത്താനം പറയണ്ടല്ലോ. ഞാൻ പറയുന്ന ഡേറ്റ് നിങ്ങൾ മൗലവി നിങ്ങൾക്ക് 10 മിനിറ്റ് നിങ്ങൾ വിളിച്ച് പറയും. ഞാൻ പറഞ്ഞ ഇത് ആദ്യം കേട്ടോളൂ. ഇത് റെക്കോർഡുണ്ട്. നിങ്ങൾക്ക് മാറ്റാനാവില്ല. IPC അതെ, അല്ലാണ്ട് നിങ്ങൾ വിളിച്ചിട്ട് എനിക്ക് എന്താ പോയത്തും ചെയ്യണം. IPC സ്കൂൾ പയ്യോളി 4 മണി സമയം. വീഡിയോഗ്രാഫർ ഉണ്ടാവും. അൻസാർ മാഷും മറ്റു പലരും ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഈ 5 ചോദ്യം തരും. നമ്മൾ പ്രിന്റ് ചെയ്ത് പണ്ടേ ചർച്ച വരുന്ന 5 ചോദ്യം ഉണ്ടല്ലോ. 5 ചോദ്യം ഞങ്ങളെ മുന്നിൽ എഴുതി ഇങ്ങ് തരിക. എന്നിട്ട് നിങ്ങൾ ഈ ഭാരത്തിന്റെ അർത്ഥം എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേരം പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓണം പിരിഞ്ഞു പോവാം. എന്നിട്ട് ഒരു കാര്യം പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ചോദ്യം എന്നാണ് അയാൾ തുടങ്ങിയത്. ഞാൻ പറഞ്ഞപ്പോ ഈ 5 ചോദ്യം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ 3 മാസമായിട്ടും ഉത്തരം തരാതെയുള്ള ഈ 5 ചോദ്യം ഞാൻ കാറ്റിൽ വിടണമെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു സംവാദത്തിലേക്ക് വിട്ടോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ചോദ്യം വേറെ ആവശ്യമില്ലല്ലോ. ഞാൻ അവിടെ തന്നെ വിഷയം പറഞ്ഞു. അങ്ങനെ ചുരുക്കത്തിൽ അത് വിശദമായിട്ട് എന്റെ ഫോൺ സംഭാഷണം ഇതിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ചുരുക്കത്തിൽ അയാള് അൽഹിദായ കോളേജിൽ വെച്ച് ഒരു വ്യവസ്ഥ എഴുതാൻ വേണ്ടി വരാമെന്ന് പറയുകയും 15 വീതം ആൾക്കാരുണ്ടാവുമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് ഞാൻ വീഡിയോഗ്രാഫറെ ബുക്ക് ചെയ്യുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഫോൺ ഓഫാക്കി കളയുകയും ഏതോ ഒരാളെ കൊണ്ട് തിരിച്ച് ഹിദായത്തുൽ മൗലവി വരില്ല എന്ന് വിളിച്ചറിയിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് തന്റെ ഇടമില്ല, ചർച്ച ചെയ്യാൻ തന്റെ ഇടമില്ല. പിന്നെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഒഴിവായാൽ അവർക്ക് അത് പറയാമായിരുന്നു എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ചർച്ചയ്ക്ക് അവർ തയ്യാറായിരുന്നെങ്കിൽ അവർ എന്തേ വരുമായിരുന്നല്ലോ. അത് നിങ്ങൾക്ക് ആ സംഭാഷണം ഈ ഫോണിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോ. നമ്മളെ ചോദ്യം ഇതാണ്. നിങ്ങളെ ചോദ്യം ചോദ്യമല്ല. ആദ്യം ഞാനൊരു ചോദ്യം എഴുതി പ്രിന്റ് ചെയ്ത് തന്നിട്ട് മാസങ്ങളായല്ലോ. അല്ല, നിങ്ങളിപ്പോ പുതിയ ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ സംവാദത്തിന് ആരാണെന്നാണ് പറഞ്ഞത്. സംവാദത്തിന് തയ്യാറാണ്. അതെ, അപ്പോ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യില്ല മൗലവി. 5 ചോദ്യം ഇപ്പൊ ഞാളെന്താക്കണോ? കാറ്റിൽ വിടണോ? 5 ചോദ്യം കാറ്റിൽ വിടണ്ട, സംവാദത്തിലേക്ക് വിട്ടോ. അതെ, സംഭവത്തിന്. അതെ, ഞാനതാ ചോദിക്കുന്നത്. നമ്മൾ ഇതുവരെ വന്ന ഒരു ചർച്ച ഉണ്ടല്ലോ, ആ ചർച്ചയുടെ തുടർച്ചയായി പരിസമാപ്തിക്കുന്ന നിലക്ക് ഒരു സംവാദം സംഘടിപ്പിക്കാം നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഞാൻ ഇന്ന് തന്നെ തയ്യാറാണ്. ഇന്ന് നിങ്ങൾ വന്നോ? എഴുതിയിട്ടേ ഉള്ളൂ. എഴുതാത്തൊരു പരിപാടിക്കില്ല. അല്ല, എങ്ങനെ എഴുതുന്ന നിയമങ്ങളും ചട്ടങ്ങളും എഴുതണം. ചട്ടങ്ങൾ നിങ്ങൾ പറഞ്ഞ ആൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് വെക്കാം. ഇത്ര ആളുണ്ടാവും, പിന്നെ ഇത്ര മനുഷ്യന്മാരുണ്ടാവും, ഇന്ന അല്ല സുഹൃത്തെ, നിങ്ങൾ ആര് വേണമെങ്കിൽ കൊണ്ടുവന്നോ? ഞങ്ങൾക്കത് അറിയാം നിങ്ങൾ ആയത് പണ്ഡിതൻ. അല്ല, എത്ര ആളുണ്ടാവും, എങ്ങനെ ആയിരിക്കണം എന്നുള്ള